ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്നിട്ട് വെച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയം കാണാൻ പോണത് കേട്ടോ. ചമയത്തിൻ്റെ വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മൾ പോണത് ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ. രാത്രി 8 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന അവിടെ എത്താറായിപ്പോൾ ഒരു 8:15 ഒക്കെ ആവാറായിണ്ടായി. അപ്പോൾ അതും എൻ്റെ മാമയുടെ കയ്യിലിരുന്നിട്ട് ആൾക്കാർ വരുന്നതും പോണതും വണ്ടികൾ പോണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പൂര സീസണായി അവിടെ മെയിനായിട്ട് കാണുന്ന കാഴ്ചയാണിത്. ആനകൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആനകൾ ഇങ്ങനെ പോണത്. അപ്പോൾ അതും ആന പോണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ ചങ്ങലയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ആന അറ്റത്തിനെ വരെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആന പോയി അവൻ പന്തലിലെ ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഫുള്ള് പന്തൽ നോക്കിയിരിക്കുക ലൈറ്റാണ്. അവൻ ആൾക്കാരെ നോക്കുന്നുണ്ട്, പന്തൽ നോക്കുന്നുണ്ട്. അവനക്ക് കൂടുതൽ ഈ റോഡിൽ ആൾക്കാർ പോണത് കാണാനായിട്ട് ഇഷ്ടം. പിന്നെ വണ്ടികളൊന്നും എന്താ ബ്ലോക്ക് ആക്കിയിട്ടൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. റോഡിൽ ഫുള്ളും വണ്ടികളായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ ശരിക്കും അവിടെ പാർക്ക് ചെയ്തിട്ട പോലെ സ്റ്റക്കായി കിടക്കുമായിരുന്നു തിരക്കൊണ്ട്. പിന്നെ നമ്മുടെ റൗണ്ടിൻ്റെ ചുറ്റുള്ള കടകളെല്ലാം മാല ബൾബും വെറൈറ്റി ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ആ ലൈറ്റുകളൊക്കെ നോക്കി അത് വലിക്കാനൊക്കെ പോവായിരുന്നു. ആ ലൈറ്റുകളൊക്കെ അത്രയ്ക്ക് സൂപ്പറായിട്ടിട്ടുണ്ട്. ഓരോ കടകളും വെറൈറ്റി സാധനങ്ങളായിട്ടാണ് ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ MG റോഡിൻ്റെ അവിടെയുള്ള പന്തലിൽ അവിടേക്ക് എത്താറായിട്ടാണ്. ഇത് തിരുവമ്പാടിയുടെ പന്തലാണ്. അപ്പോൾ അവിടേക്ക് എത്താറായി. വണ്ടികളൊക്കെ നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. വണ്ടികൾക്കൊന്നും പോകാനേ പറ്റിയിട്ടുണ്ടായില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ വണ്ടികൾ എടുത്തിട്ട് വരാൻ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മുടെ MG റോഡിൻ്റെ അവിടെയുള്ള തിരുവമ്പാടിയുടെ പന്തലിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അതൊക്കെ അവിടെ ഫസ്റ്റ് തന്നെ എത്തിയിട്ട് അത് വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. ഡേറ്റ് മാറുന്നതും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. റോട്ടിൽ നല്ല ബ്ലോക്കാട്ടോ. പിന്നെ അത് പന്തൽ അത് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ്ടായി. ഇതാ അതുവിൻ്റെ ആദ്യത്തെ പൂരാട്ടോ. അത് കാരണം അവന് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച അവൻ ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ ഹാപ്പിനെസ്സൊക്കെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ലൈറ്റ് മാറണമൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴാട്ടാ ചമയം കാണാൻ പോകാനായിട്ട് തന്നെ തീരുമാനം എടുത്തത്. അതുവരെ വെറുതെ റൗണ്ട് അടിച്ച് വീട്ടിൽ പോകാന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചമയം കാണാൻ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ CMS സ്കൂളിൽ ഓപ്പോസിറ്റായിട്ട് ആനേനെ കൊണ്ട് നടക്കണ്ടായത്. അപ്പോൾ ആനേനെ ലോറിയിൽ നിന്നൊക്കെ ഇറക്കണത് പിള്ളേർക്ക് വെറൈറ്റി കാഴ്ച ഉണ്ടായിരുന്നു. കുട്ടികളും വലിയവരും എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അവന് ചങ്ങലയുടെ വോയിസൊക്കെ നല്ലോണം ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അവൻ ചങ്ങലയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വിളിച്ച് കാട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടുന്ന് ഒരു ആന അങ്ങോട്ട് നടന്നു വരുന്നുണ്ടായി. അത് നോക്കിയിട്ട് അവൻ നിൽക്കണ്ടായിരുന്നു. ആനകളൊക്കെ CMS സ്കൂളിലെ ഭാഗം തൊട്ട് സിറ്റി സെൻറ്ററിൻ്റെ അവിടം വരെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അടുത്ത പന്തൽ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ മൂന്നാമത്തെ പന്തൽ. ഇത്
അവസാനത്തെ പന്തലാണ്. ആകെ 3 പന്തലുണ്ടാവുള്ളൂ, അതിൽ മൂന്നാമത്തെയാണ്. ഇതിൽ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാണുമ്പോൾ ഇത്തിരി അട്രാക്ഷനൊക്കെ കുട്ടികൾക്ക് ഇതിലായിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാവില്ലല്ലേ ഉള്ള അത് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ചാടിയിട്ടാ. അപ്പോൾ അവൻ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കൗസ്തുഭം ഓഡിറ്റോറിയത്തേക്ക് പോവാണ് തിരുവമ്പാടിയുടെ ചമയം കാണാനായിട്ട്. പോണ വഴിക്ക് നിറച്ച് കടകളും ആൾക്കാരും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അടുത്ത ആളടുത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടാ. അതും അപ്പോൾ അടുത്ത ആളുടെ കയ്യിലേക്ക് എത്തിയിട്ടാ. അവനക്ക് കുറേ ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും കയ്യിലേക്ക് ഇങ്ങനെ മാറി മാറി ചാടിയിരിക്കില്ല പണി. പിന്നെ വഴിയിൽ ഫുള്ള് ഇതുപോലെ പൊരി അലുവ വെക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. മുക്കിലും മൂലയിലെല്ലാം ഉണ്ടായിരുന്നു. ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ തൊട്ടപ്പുറത്തായിരുന്നു കേട്ടാ ഈ കണ്ട പാട്ടുണ്ടായിരുന്നത്. ആരുടെ എന്തിട്ടാന്നൊന്നും അറിയില്ല കേട്ടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നടന്നെല്ലാവർക്കും കാല് കാണിച്ചപ്പോൾ ഒരു സ്ഥലം കിട്ടിയിരിക്കാനായിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. ആ സമയത്താണ് കേട്ടോ അതുകൊണ്ട് അവൻ്റെ മാമ ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തത്. അവൻ അത്യാവശ്യം ആ ബലൂണിൽ കളിക്കണ്ടായി. പിന്നെ അത് കയ്യിൽ കിട്ടിയല്ലേ ഉള്ളൂ. ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ളും കളിയൊക്കെ ആയിരുന്നു. കരഞ്ഞ് വാശിയൊന്നും പിടിച്ചില്ല. അത് തന്നെ വലിയൊരു സമാധാനം. പിന്നെ അവൻ ആ ബലൂണ് നിലത്തിട്ട് കളിക്കലായിട്ടാ. അത് എടുത്തു കൊടുത്തില്ലെങ്കിൽ അപ്പം ദേഷ്യം വരെ. അങ്ങനെ അതും അടുത്തുള്ള കയ്യിലേക്ക് എത്തിയിട്ടാ. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ കളിയായി. അവനക്ക് ആരേലൊക്കെ ഇങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ആരേലും എപ്പോഴും മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അവനെ, അല്ലെങ്കിൽ അപ്പം ദേഷ്യം വരും. അങ്ങനെ എല്ലാവരും റെസ്റ്റ് ചെയ്യൽ കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്നിട്ട് നടക്കാൻ തുടങ്ങിയിട്ടാ. നോക്കണ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഓരോ സാധനങ്ങളും വിൽക്കുന്ന ആൾക്കാരായിരുന്നു. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അറ്റം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ മുൻകൂട്ടി സ്ഥലം മേടിച്ചിട്ടുണ്ടായി. അത് കാരണം ഞങ്ങൾ ഇടയിൽ കയറിയിട്ടാ. നല്ലോണം ലെങ്ത് ഉണ്ടായിരുന്നു ക്യൂവിൻ്റെ. ആ സമയത്ത് അത് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വെച്ചു ലൈനിൽ നിൽക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നൊക്കെ. പക്ഷെ അവൻ നന്നായി എൻജോയ് ചെയ്തു. ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായില്ല. ചെറിയ കരച്ചിലിൽ അവസാനിച്ചു പോയി. ഈ ദേഷ്യം വരുമ്പോഴുള്ള മെയിൻ പരിപാടിയാണ് കയ്യിൽ എന്ത് കിട്ടിയാലും അതെടുത്ത് എറിയൽ. പിന്നെ അവന് ചെറുതായിട്ട് ഉറക്കവും ഉണ്ടായി. സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ ആ ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അടുത്താന പോയത്. അപ്പോൾ അവൻ ആനേനെ നോക്കിയിരുന്നു. ആനകൾ ഇങ്ങനെ പോണ കാരണം അവൻ അങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ വലിയ കരച്ചിലുകളൊക്കെ അങ്ങനെ ഒഴിവായി കിട്ടുന്നുണ്ട്. ക്യൂ ഞങ്ങളുടെ അടുത്തെത്താറായി. ഇപ്പം ഞങ്ങൾ വീണ്ടും ക്യൂവിലേക്ക് കയറിയിട്ടാ. ഇത് ആ ഓഡിറ്റോറിയം എത്താറൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. കുറേ കുട്ടികളൊക്കെ കടഞ്ഞലമ്പുണ്ടാക്കണ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇവൻ കടഞ്ഞ് പ്രശ്നമാക്കുന്നൊക്കെ. പക്ഷെ അവൻ നല്ല കൂളായിട്ടിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ തിരുവമ്പാടിയുടെ ചമയം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. ഈ കൗസ്തുഭം ഹോളിലായിരുന്നു കേട്ടോ തിരുവമ്പാടിയുടെ ചമയം നടക്കണ്ടായി. കാണുമ്പോൾ നല്ല തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി അത്ര വലിയ തിരക്ക് പോലെ ഫീൽ ചെയ്തില്ല കേട്ടാ. ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ വലുതായിട്ട് അങ്ങോട്ടൊന്നും ഉണ്ടായില്ല തിരക്ക്. പിന്നെ എന്നിട്ട് ആ സൈഡിൽ കാണുന്ന ഈ രണ്ടും സ്പെഷ്യൽ കുടകളാട്ടാ. കാണുമ്പോൾ വെറുതെ ഭംഗിക്ക് വെച്ചാൽ വിചാരിക്കുള്ളൂ. പക്ഷെ അത് രണ്ടും സ്പെഷ്യൽ കുടകളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ മുകളിലേക്ക് പോകണമെങ്കിൽ. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ചമയത്തിൻ്റെ മെയിനായിട്ടുള്ളത്. ആനയുടെ നെറ്റിപ്പട്ടങ്ങളും കുടകളും എല്ലാം ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായി. പിന്നെ ഇവിടെ നല്ല രീതിക്ക് തന്നെ മരവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ കോട്ടയമൊക്കെ നല്ല ലൈറ്റ് വർക്കായി. ഇപ്പോൾ അതിൽ കിടന്ന മുത്തിൻ്റെ വർക്കൊക്കെ നല്ല രീതിക്ക് തിളങ്ങി കണ്ടായിരുന്നു. അപ്പോൾ അതിനത് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ബലം പിടിക്കലായിരുന്നു കേട്ടോ.
നല്ല വിളക്കുണ്ട്. അങ്ങനെ മുകളിലത്തെ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടിയിലേക്ക് ഇറങ്ങണം കേട്ടോ. ബാക്കി ഫുള്ളും അടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട്, അടിയത്തെ കാണാൻ വേണ്ടിയിട്ട് പോകണതാണ്. അവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി കുടകൾ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുത്തുട്ടാ. അവിടെ ഫ്രണ്ടിൽ തന്നെ നിറയെ കസേരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നു. അതും കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ നീറ്റ് റൗണ്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ റൗണ്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിട്ടാണ് പോണ വഴിക്ക് നിറയെ ആനകൾ അങ്ങനെ കൊണ്ടുപോണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് കുറേ ദൂരം അങ്ങോട്ട് കൈ നോട്ടക്കാരിക്കുണ്ടായിട്ടാണ്. ഫുള്ളും ഈ കൈ നോക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾ നോക്കിയൊന്നുമില്ല. രണ്ട് സൈഡിലും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ഫുള്ള് കടകളായിരുന്നു. അങ്ങനെ നമ്മൾ പാറമേക്കാവിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. അവിടെ നിന്ന് നൈസായിട്ട് പറമ്പിലേക്ക് കടാൻ അത് ഫുള്ളും ഇങ്ങനത്തെ ബലൂണും ലൈറ്റും സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് വെക്കുന്നുണ്ടായേ. രാത്രി ആയതുകൊണ്ടാവും കൂടുതൽ ഈ ലൈറ്റ് കത്തുന്ന ബലൂണൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം തന്നെ സമയം ഏകദേശം 10:30-11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ അധികം കച്ചവടക്കാരുണ്ടായിട്ടാണ്. പല തരത്തിലുള്ള സാധനങ്ങളും പല വെറൈറ്റി സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാതും എല്ലാ കൊല്ലമുള്ള പോലെ തന്നെ ഉണ്ടിട്ടാ. പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നുന്നില്ല. പിന്നെ അതുൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവൻ നന്നായിട്ടെല്ലാം വാച്ചിണ്ടായിരുന്നു. റൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിട്ടാണ്. വീഡിയോയിൽ തന്നെ കാണാം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ കാറ്റൊന്നും തീരെ ഉണ്ടായില്ല. കുറേ ആൾക്കാരുള്ള കാരണം ഇത്തിരി ചൂടൊക്കെ ഉണ്ടായി. ഈ ആൾക്കാർ വീശറികൾ കൊടുത്തപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീശി നടക്കാം. ഞങ്ങൾ ഇന്നൊന്നും അതിന് ടോയ്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടാ. അവനക്ക് ജസ്റ്റ് ആ ബലൂണ്ട് മാത്രം വാങ്ങിച്ചുള്ളൂ. അയാൾ പൂരത്തിൻ്റെ ഒന്ന് വാങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു നിന്നിരുന്നത്. കുറേ സാധനങ്ങൾക്ക് വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട്. അത്യാവശ്യം സാധാരണ ദിവസത്തിനെക്കാട്ടി നല്ല റേറ്റ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ നടന്ന് വേണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒരു സൈഡിൽ റെസ്റ്റ് എടുത്തുട്ടാ. അപ്പോൾ അതിനാണെന്ന് ഞാൻ നോക്കിയാൽ അപ്പോൾ അവനെ ഞാൻ എടുക്കണം, അങ്ങനെ ഒരു വാശിയുണ്ട്. അപ്പോൾ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുത്ത് മൈൻഡ് സെറ്റാക്കാന്ന് വെച്ചാൽ പിന്നെ ഫുള്ളും അതിൽ നോക്കിയിരിക്കും. അപ്പോൾ അവൻ ഞാൻ എടുക്കാൻ വേണ്ടി ബഹളം വയ്ക്കണം കേട്ടത്. അങ്ങനെ അവനെ കുറച്ച് നേരം ഞാൻ എടുത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സെറ്റാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പാനിപൂരി കഴിച്ചു. പാനിപൂരി വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. ഒരു ഉടായിപ്പ് സാധനമായിരുന്നു കേട്ടോ. നമ്മുടെ മറ്റേ മസാല വേവിച്ച സാധനം അതായിരുന്നു എൻ്റെ ഫില്ലിംഗ് ആയിട്ട് തന്നിട്ടുണ്ടായത്. ഒരു എയിമൊന്നും ഉണ്ടായില്ല. വെറുതെ കാശ് വേസ്റ്റായി, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആംബുലൻസ് പോകുന്നുണ്ട്. അതൊരു വലിയ വലയായിരുന്നു കേട്ടോ. നിൽക്കാൻ തിരക്കുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടാവും ഇങ്ങനെ ആംബുലൻസ് പോവുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതും പാനിപൂരിക്ക് വേണ്ടി വാശി പിടിച്ചപ്പോൾ അവനതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനിപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാണ്. നമ്മളിങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അങ്ങനെ ഭയങ്കര വാശിയായിപ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ആരെയും കഴിക്കണണ്ടായിരുന്ന ഒരു തുണ്ട് കിട്ടിയാൽ മതി. പിന്നെ അവൻ സമാധാനമായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഐസ്ക്രീം കൊടുത്തു.
പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഒക്കെ ഇരുന്ന് കളിച്ച്. ഇപ്പം സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീടെത്തുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ട് എത്തിയ. അപ്പോൾ ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. 11:30 നേരത്തും ഇത്രയ്ക്കധികം തിരക്കുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ കുറുപ്പ റോഡ് വഴി തന്നെ ഞങ്ങൾ തിരിച്ച് നൈസായിട്ട് വീട്ടിൽ പോവാണ്. പാറമേക്കാവിൻ്റെ ചമയമൊന്നും കണ്ടില്ല കേട്ടോ. അത് കാണാനുള്ള സമയം ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം പാറമേക്കാവിൻ്റെ കാണാനുള്ള സമയം കിട്ടിയില്ല. തിരിച്ച് ഇവിടുന്ന് പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നൈസായിട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.